Let us have a short prayer. വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തിൽ കൂടുതൽ വളരാൻ ആഴപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ പഠിപ്പിക്കുന്നത് ജീവിതങ്ങളിൽ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തികളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. How are you? Oh dear students, we had 6 questions in the last class, but we couldn't complete all these questions, so the remaining questions will be answered today. The 3 questions: apomixis, polyembryony, and the importance of apomixis. Next we are going to discuss a very important topic, that is apomixis. It's a small topic, but it is very important in the examination point of view. So you should give your full concentration here. Are you ready? Okay. Apomixis. എന്താണ് apomixis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? We have already studied that seeds are produced after fertilization. Seed is the product of fertilization. അല്ലേ? അങ്ങനെയല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്. സീഡ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷന് ശേഷം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. എന്നാൽ in some members of the families like Asteraceae, ഇത് സൺഫ്ലവർ, സൂര്യകാന്തിയൊക്കെ വരുന്ന ഫാമിലിയാണ് ആസ്റ്ററേസേ. പണ്ട് കമ്പോസിറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. Then again in Poaceae, ഗ്രാസ് ഒക്കെ കൂടുതലും വരുന്ന ഫാമിലിയാണ്. ഇത് സൺഫ്ലവർ വരുന്ന ഫാമിലി, സൺഫ്ലവർ ഫാമിലി എന്നാണ് പറയുന്നത്. ഇത് ഗ്രാസസ് ഉൾപ്പെടുന്ന ഫാമിലിയാണ്. അപ്പോൾ ഇങ്ങനെ ചില ഫാമിലീസിലെ മെമ്പേഴ്സ് ഹാവ് സ്പെഷ്യൽ mechanisms to produce seeds without fertilization. That is the importance of apomixis. So we can say that apomixis is a form of asexual reproduction in which seeds are produced without fertilization. കിട്ടിയോ? 2 പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമ്മൾ ഇവിടെ നോക്കുകയാണ്. ഒന്ന്, it is a form of asexual reproduction. It is a form of asexual reproduction. ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? The seeds are produced without fertilization. അപ്പോൾ ഈ asexual reproductive മോഡിന്റെ റിസൾട്ട് സീഡാണ്. എന്നാൽ ഈ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ വഴിയല്ല. The seeds are produced without the act of fertilization. Clear ആയോ? Without fertilization. രണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ കാണുകയാണ് apomixis എന്ന് പറയുന്ന പ്രോസസ്സിൽ. Apomixis is a type of asexual reproduction, a mode of asexual reproduction, a form of asexual reproduction in which the seeds are produced എങ്ങനെ? Without the act of fertilization. This was first noticed and the 10th point by Hans Winkler. ഹാൻസ് വിംഗ്ലർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് നോട്ട് ചെയ്തതിന് ടൈമൊക്കെ കൊടുത്തത്. Actually this term that is originated from 2 Greek words. One is called apo and one is called mixis. Apo means away from another. Apo means, the meaning of the Greek word apo, that is means away from. Mixing at times something
related with the genetic recombination that is happening during the time of sexual reproduction. അപ്പോൾ away from sexual reproduction, away from genetic recombination എന്നതാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ്സ് അപ്പോമിക്സിസിൽ ആബ്സെന്റ് ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടക്കുന്നത്? ഒന്ന് മിയോസിസ് ആണ്, രണ്ട് സിൻഗമിയാണ്. ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അപ്പോമിക്സിസുമായിട്ട് ബന്ധപ്പെട്ട് സാർ പറയുന്നത്. It is a type of asexual reproduction in which seeds are produced without meiotic division, without the gametic union, without the fertilization process. നമുക്കറിയാം ആക്ച്വലി സീഡ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷന്റെ റിസൾട്ടാണ്. പക്ഷെ ഇവിടെ സീഡ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? ഈ ഫെർട്ടിലൈസേഷനിലേക്ക് നയിക്കുന്ന മിയോസിസോ അതേപോലെ തന്നെ ഗമീറ്റിക് യൂണിയനായ സിൻഗമിയോ അതിന്റെ റിസൾട്ട് ആയിട്ടുള്ള സൈഗോട്ട് ഫോർമേഷനോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ആക്ച്വലി ഈ അപ്പോമിക്സിസിനെ പറയുന്നത് ഇറ്റ് ഈസ് എ form of asexual reproduction that mimics sexual reproduction now. It is a form of asexual reproduction that mimics sexual reproduction, that mimics sexual reproduction. ഇനി രണ്ട് പോയിന്റുകൾ നോക്കിക്കേ. ഫോം ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവിടെ ഉദ്ദേശിക്കുന്നത് ആബ്സെൻസ് ഓഫ് മിയോസിസ്, absence of meiosis or reduction division, meiosis of RD. Then again, fertilization is absent. അപ്പോൾ ഗമീറ്റ് ഉണ്ടാകുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ഡിപ്ലോയിഡ് സെല്ലിൽ മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്. അതിവിടെ ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ ഗമീറ്റിക് ഫോർമേഷൻ ഉണ്ടാകുന്നില്ല, ഗമീറ്റിക് യൂണിയൻ ഇല്ല, അതിന്റെ റിസൾട്ടായ സൈഗോട്ട് ഫോർമേഷൻ ഇല്ല, അതായത് പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഇല്ല. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നോക്കിയിരിക്കണം, മിയോസിസ് ഇല്ല, അതേപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ ഇല്ല. എന്നാൽ that mimics sexual reproduction in the sense here you can see the formation of seeds. Clear ആണോ നിങ്ങൾക്ക്? ഇപ്പൊ അപ്പോമിക്സിസ് is a mode of asexual reproduction in which the seeds are produced without meiosis and fertilization. Clear ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എല്ലാ ആൻജിയോസ്പേം പ്ലാന്റ്സിലും ഇല്ല, അല്ലേ? ഇത് മിക്കവാറും കാണുന്ന ഫാമിലീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആസ്ട്രേസെ ഫാമിലീസിലെ മെമ്പേഴ്സിൽ കോമൺ ആയിട്ട് അപ്പോമിക്സിസ് കാണാറുണ്ട്. അതേപോലെ തന്നെ പൊയേസെ ഫാമിലിയിൽ ചില മെമ്പേഴ്സ് ഒക്കെ ഈ ഫാമിലീസ് മാത്രമല്ല കേട്ടോ. ചിലപ്പോൾ റോസേസെ എന്ന് പറയുന്ന ഫാമിലി, ആപ്പിളൊക്കെ വരുന്ന ഫാമിലി, സിട്രസ് ഒക്കെ വരുന്ന ഫാമിലി, സിട്രസ് ഒക്കെ വരുന്ന ഫാമിലി, ദാറ്റ് ഈസ് റൂട്ടേസ്. ഇപ്പോൾ സിട്രസ്, ഓറഞ്ചില്, നാരകത്തില് ഒക്കെ കോമൺ ആയിട്ട് ഇത്തരത്തിലുള്ള അപ്പോമിറ്റിക് സീഡ്സിന്റെ ഫോർമേഷൻ നമുക്ക് കാണാം. ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ രണ്ട് ഫാമിലീസില് അപ്പോമിക്സിസ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഈ രണ്ട് ഫാമിലീസ് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇപ്പോൾ the members of the families like Asteraceae and Poaceae show apomixis. ഇനി അത് കൂടാതെ സാർ പറഞ്ഞത് റോസേസെ ഫാമിലിയിൽ, അതേപോലെ തന്നെ റൂട്ടേസെ ഫാമിലിയിൽ, അതേപോലെ തന്നെ അനാകാർഡിയേസെ ഫാമിലിയിൽ. അതിലെ ഒരു മെമ്പർ നമുക്ക് സുപരിചിതമായിട്ടുള്ള മെമ്പറാണ്. ഏതാണ്? മാംഗോ ട്രീ. അപ്പൊ അവിടെയും നിങ്ങൾക്ക് അവിടുത്തെ ചില മെമ്പേഴ്സിലും ഈ അപ്പോമിറ്റിക് സീഡ്സിന്റെ ഫോർമേഷൻ കാണാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഇനി സാർ പറയുന്ന കാര്യം, ഇതിനകത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൽ വലിയൊരു ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സൂചിപ്പിക്കാം. There are many ways for the formation of apomitic seeds. Apomitic seeds ഈ ആൻജിയോസ്പേം പ്ലാന്റ്സിൽ ഉണ്ടാകുന്നത് പല രീതിയിലാണ്.
അതിൻ്റെ രീതികളൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വിശദീകരിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതൊന്ന് നിങ്ങളോട് ചുരുക്കി ഒന്ന് പറയുകയാണ്, ശ്രദ്ധിച്ചു. അപ്പൊ അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പയ്യെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഒരു സ്ട്രക്ചറിലേക്ക് പെട്ടെന്നൊന്ന് പോകണം. അത് നമ്മൾ ഓൾറെഡി നന്നായിട്ട് പഠിച്ചതാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെ, ഗൈനീഷ്യം, ഇതിന്റെ സ്റ്റിഗ്മ സ്റ്റൈല്, ഓവറി, ഓവറിക്കുള്ളില് ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പോറഞ്ച്. This is the structure of ovule and the part of this ovule which are very important in the formation of apomictic seeds. അപ്പോൾ നമ്മളൊന്ന് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും പുറമെ നമുക്ക് ഇന്റഗ്മെന്റ്സ് കാണാം അല്ലെ. അപ്പൊ ഇന്റഗ്മെന്റ്സ്, പിന്നെ അതിനുള്ളിൽ നമുക്ക് ന്യൂസെല്ലസ് കാണാം. ആ ന്യൂസെല്ലസിലെ ഒരു സെല്ല് അല്ലെ, അതാണ് മെഗാസ്പോർ മദർ സെൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. മെഗാസ്പോർ മദർ സെൽ. അപ്പൊ ഇതൊക്കെ 2n ആണ്, നമുക്കറിയാം. ഡിപ്ലോയിഡ് ആണ് അല്ലെ, 2n ആണ്, ഡിപ്ലോയിഡ് ആണ്. ഇത് ന്യൂസെല്ലസ് ഡിപ്ലോയിഡ് ആണ്. മെഗാസ്പോർ മദർ സെല്ലും ഡിപ്ലോയിഡ് ആണ്. ഇനി ഇവിടെയാണ് ശരിക്കും റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്, മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. ആദ്യം നടന്ന നമുക്കറിയാം 4 മെഗാസ്പോർട്സ് ഉണ്ടാകും, 3 ചത്തുപോകും, അതിൽ ഒരെണ്ണം മാത്രം സർവൈവ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഫങ്ഷണൽ മെഗാസ്പോർ, ശരിയല്ലേ? അത് നോർമലി ഹാപ്ലോയിഡ് ആണ്. അതിൽ നിന്നാണ് 3 റിപ്പീറ്റഡ് മൈക്രോട്ടിക് ഡിവിഷൻസ് ഒക്കെ നടന്ന് എന്തുണ്ടാകുന്നത്? എംബ്രിയോ സാക്ക, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയ എംബ്രിയോ സാക്ക ഉണ്ടാകുന്നു. ഞാൻ നോർമൽ കേസാണ് പറയുന്നത്. ആ എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. ആ എംബ്രിയോ സാക്കില് ആന്റിപോഡൽ സെൽസ് ചെറാസൽ റീജിയനില് സെൻട്രൽ പോളാർ ന്യൂക്ലിയർ അത് സെൻട്രൽ സെല്ലായിട്ട് ഫോം ചെയ്യുന്നു. ദെൻ മൈക്രോപൈലാർ റീജിയനില് വലിയ എഗ് സെല്ല്, ദെൻ അഡ്ജസന്റ് ആയിട്ടുള്ള സിനർജിക്സ്. ഇനി യഥാർത്ഥത്തില് ഇവിടെ മേൽഗമീറ്റ് വന്ന് എന്തുമായിട്ട് ഫ്യൂസ് ചെയ്ത സൈഗോട്ട്, ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്താണ് ഇതിനകത്ത് എംബ്രിയോ ഉണ്ടാകുന്നത്. അത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ്. ഇവിടെ ഉണ്ടാവും ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എംബ്രിയോ ഫോം ചെയ്യുന്നു. അപ്പോഴാണ് ഓവ്യൂള് എന്തായിട്ട് മാറുന്നത്? സീഡായിട്ട് മാറുന്നത്. ഇതാണ് ഒരു സീഡ് ഫോർമേഷൻ. അപ്പൊ അത് സാധാരണ രീതിയിൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. പക്ഷേ അപ്പോമിറ്റിക് സീഡ്സിൽ ഫെർട്ടിലൈസേഷൻ കൂടാതെ, മിയോസിസ് കൂടാതെ, ആർമി കൂടാതെ എങ്ങനെയാണ് എംബ്രിയോ ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്, എങ്ങനെയാണ് സീഡ് ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതില് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസസ്സസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ ഇത് ഉപകരിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇല്ല, എങ്കിലും ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അപ്പോമിക്റ്റിക് സീഡ്സ് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന പ്രോസസ്സിന് ഒന്ന് ഡിപ്ലോസ്പോറി എന്ന് പറയും. ഡിപ്ലോസ്പോറി. മറ്റൊരു പ്രോസസ്സാണ് അപ്പോസ്പോറി. മറ്റൊരു പ്രോസസ്സാണ് അപ്പോഗാമി. വേറൊരു പ്രോസസ് നമ്മുടെ അഡ്വെന്റീവ് എംബ്രിയോണി. വേറൊരു പാർത്തനോജെനസിസ്. Then again എഗാമോസ്പെർമി. കോമൺ ആയിട്ട് പറയുന്ന പേരാണ്. അത് തന്നെ റെക്കറന്റ് ഉണ്ട്, റെക്കറന്റ്. അത് തന്നെ നോൺ റെക്കറന്റ് എഗാമോസ്പെർമി ഉണ്ട്, നോൺ റെക്കറന്റ്. അപ്പൊ ഇതെല്ലാം these all processes that will lead to the formation of apomictic seeds in angiosperm plants. നമ്മൾ നേരത്തെ കണ്ടു, എല്ലാ മെമ്പേഴ്സിലും ഇല്ല, ചില ഫാമിലീസിൽ കോമൺ ആയിട്ട് നമുക്ക് ഈ അപ്പോമിക് സീഡ്സ് കാണാം. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുക, ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെ തരണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2
കിട്ടിയില്ല. ചില കേസുകളിൽ എന്ത് ചെയ്യും, ഈ സ്പോറോഫൈറ്റിക് സെൽസോ അല്ലെങ്കിൽ ഗാമറ്റോഫൈറ്റിക് സെൽസോ, ഇതൊക്കെ സ്പോറോഫൈറ്റിക് സെൽസ് ആയി 2N എന്ന് പറയുന്നത്. N എന്ന് പറയുമ്പോൾ അതെല്ലാം ഗാമറ്റോഫൈറ്റിക് സെൽസാണ്. അത് ഫെർട്ടിലൈസേഷൻ കൂടാതെ അല്ലെങ്കിൽ മിയോസിസ് കൂടാതെ ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോ ആയിട്ട് മാറും. അങ്ങനെ ഉണ്ടാകുന്ന സീഡ്സിനാണ് അപ്പോയിറ്റിക് സീഡ്സ് എന്ന് പറയുന്നത്. ഇനി വേറെ ഒരു കേസിൽ ആദ്യം നേരിട്ട് എംബ്രിയോ ആകാതെ എംബ്രിയോ സാക്ക് ഉണ്ടായിട്ട് ആ എംബ്രിയോ സാക്കിലുള്ള സെൽസ് അഗൈൻ എംബ്രിയോസ് ഫോം ചെയ്യും. ഇങ്ങനെ രണ്ട് തരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഡിപ്ലോസ്പോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെൽ ഈ റിഡക്ഷൻ ഡിവിഷനിലേക്ക് പോകുകയല്ല. ഈ ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെല്ല് ഡിപ്ലോയിഡ് മെഗാസ്പോർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡിപ്ലോയിഡ് എംബ്രിയോ സാക്ക് ഉണ്ടാവും. അതായത് ഈ എംബ്രിയോ സാക്കിലെ എല്ലാ സെൽസും ഡിപ്ലോയിഡ് ആയിരിക്കും. ആ സെൽസിൽ നിന്ന് എംബ്രിയോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന സീഡ് എന്താണ്, അപ്പോമിറ്റിക് സീഡാണ്. അപ്പോൾ ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെൽസ് will form embryos without meiosis and fertilization can be called diplospory. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി അപ്പോസ്പോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെൽ അല്ല, അതിന് പുറമേയുള്ള ന്യൂസെല്ലസിലെ സെൽസോ അല്ലെങ്കിൽ ഇന്റഗ്യുമെന്റ്സിലെ സെൽസോ അത് ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോസാക്കായിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ ഇത് ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോസാക്കായിട്ട് മാറുന്നു, അല്ലെങ്കിൽ മെഗാസ്പോർ എംബ്രിയോസാക്കാവുന്നു. ഇനി ഇന്റഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ന്യൂസെല്ലാർ സെൽസ് എംബ്രിയോസാക്കായിട്ട് മാറുന്നു. അതിലെ സെൽസ് ബിക്കം എംബ്രിയോസാക് ആൻഡ് എംബ്രിയോസാക്കിനകത്ത് ഫെർട്ടിലൈസേഷൻ കൂടാതെ അതിലെ സെൽസ് സീഡായിട്ട് മാറിയാൽ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് അപ്പോസ്പോറി. ഇനി എന്താണ് അപ്പോഗാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോഗാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഗമിറ്റോഫൈറ്റിക് ആയിട്ടുള്ള സെൽസ്, അതായത് ഫീമെയിൽ ഗമിറ്റോഫൈറ്റ് ആയ എംബ്രിയോസാക്കില് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ട്, ഹാപ്ലോയിഡ് പോളാർ ന്യൂക്ലിയ ഉണ്ട്, ഹാപ്ലോയിഡ് എഗ് ഉണ്ട്, സിനർജീസ് ഉണ്ട്. ഇവിടെ എഗ് ഒഴിച്ച് ബാക്കി ഏതെങ്കിലും ഒരു സെല്ല്, ഉദാഹരണത്തിന് സിനർജിഡ് ഡയറക്റ്റ് ആയിട്ട് ഫ്യൂഷൻ ഒന്നും കൂടാതെ ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോ ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് അപ്പോഗാമി. അല്ലെങ്കിൽ ആന്റിബോഡൽ സെൽസ് എംബ്രിയോ ആയിട്ട് അല്ലെങ്കിൽ സീഡായിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് അപ്പോഗാമി എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ഈ ഹാപ്ലോയിഡ് എഗ് എംബ്രിയോ ആയിട്ട് മാറുകയാണ് വിതൗട്ട് ഫ്യൂഷൻ വിത്ത് മെയിൽ ഗമി, then it is called പാർത്തനോജെനസിസ് എന്ന് പറയും. അപ്പൊ നോക്കിക്കേ, ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ് മെയിൽ ഗമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു അല്ലെങ്കിൽ സീഡായിട്ട് മാറുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പാർത്തനോജെനസിസ് എന്നാണ്. ഇതിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് വിളിക്കും ഹാപ്ലോയിഡ് പാർത്തനോജെനസിസ് എന്ന് പറയും. എന്നാൽ ചില കേസിൽ ഡിപ്ലോയിഡ് പാർത്തനോജെനസിസ് ആയിരിക്കും സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ ഞാൻ പറഞ്ഞു മെഗാസ്പോർ മദർ സെല്ല് റിഡക്ഷൻ ഡിവിഷൻ നടക്കാതെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ ഉണ്ടാകും അല്ലെ. ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോറിൽ നിന്ന് എംബ്രിയോസാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ എഗ് എങ്ങനെയായിരിക്കും, 2N ആയിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ എഗ് എംബ്രിയോ ആയിട്ട് മാറുന്നു, സീഡായിട്ട് മാറുന്നു. then it is called diploid parthenogenesis. ഇനി എന്താണ് ഇവിടെ അഡ്വെന്റിയൽ എംബ്രിയോണി എന്ന് പറയുന്നത്? ചില കേസിലുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടു ഇന്റർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ന്യൂസെല്ലർ സെൽസ് എംബ്രിയോസാക്ക് ആയിട്ട് ഇനി അതിലെ സെൽസ് എംബ്രിയോ ആയിട്ട് മാറുന്നു, സീഡായിട്ട് മാറുന്നു. അതല്ല, ഈ ന്യൂസെല്ലർ സെൽസ് അല്ലെങ്കിൽ ഇന്റർഗ്യുമെന്റൽ സെൽസ് that may divide and protrude into the embryo cell. എന്താ സംഭവിക്കുന്നത്? ഈ ന്യൂസെല്ലർ സെൽസ് അത് ഡിവൈഡ് ചെയ്തിട്ട് അത് ഈ എംബ്രിയോസാക്കിനുള്ളിലേക്ക് വന്നിട്ട് there may be the formation of embryo. അപ്പം പല എംബ്രിയോസ് നമുക്ക് ഈ രീതിയിൽ കാണാനായിട്ട് പറ്റും എംബ്രിയോസാക്കിനുള്ളിൽ. ഇതൊക്കെ പൊടി എംബ്രിയോണിയിൽ വരുന്ന ഒരു കാര്യമാണ് ശരി. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ന്യൂസെല്ലർ സെൽസ് അല്ലെങ്കിൽ ഇന്റർഗ്യുമെന്റൽ സെൽസ് ഡിവൈഡ് ചെയ്ത് that may be protruded into the embryo sac and become the embryos, thereby the formation of apomitic seeds. അതിന് നമ്മൾ പറയുന്ന പേരാണ് അഡ്വെന്റീവ് എംബ്രിയോണി. ഇനി ഈ പ്രോസസ്സിനൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പറയും എഗാമോസ്പെർമി. ഗാമോ മീൻസ് ഗമീറ്റ്, എ മീൻസ് നില്ല്, ഇല്ല എന്നർത്ഥമാണ്. അപ്പൊ ഗമീറ്റ് ഫോർമേഷൻ ഇല്ലാതെ, ഗമീറ്റിക് യൂണിയൻ ഇല്ലാതെ
സ്പോർ സ്പെർമി, അതായത് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് കോമൺ ആയിട്ട് പറയുന്ന ഗൗമാസ്പെർമി. അതില് ഒരു പ്രത്യേകത റെക്കറന്റ് നോൺ റെക്കറന്റ് ഗൗമാസ്പെർമി ഉണ്ട്. അതായത് ഡിപ്ലോയിഡ് സെൽസിൽ നിന്നാണ് എംബ്രിയോ ഉണ്ടാകുന്നത് എങ്കിൽ ദാറ്റ് വിൽ ബി വയബിൾ സീഡ്സ്. അതിൽ നിന്നുണ്ടാകുന്ന സീഡ്സ് വയബിളായി. അങ്ങനെയാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കിട്ടും, റെപ്പറ്റീറ്റീവാണ്. അതിന് വിളിക്കുന്ന പേരാണ് റെക്കറന്റ് ഗൗമാസ്പെർമി. If the embryos are developing from the diploid sporophytic cells. ഇനി ചില കേസിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടു, ഹാപ്ലോയിഡ് ആയിട്ടുള്ള സൈനർജി ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു എംബ്രിയോ ഉണ്ടാകുന്നു, സീഡ് ഉണ്ടാകുന്നു. ദാറ്റ് വോണ്ട് ബി വയബിൾ. അത് വയബിൾ ആയിരിക്കും. ഇങ്ങനെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമിറ്റോഫീറ്റിക് ആയിട്ടുള്ള സെല്ലിൽ നിന്ന് ഹാപ്ലോയിഡ് എംബ്രിയോസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സീഡ് ഉണ്ടാകും, പക്ഷേ അത് വയബിൾ ആയിരിക്കില്ല. അതിനാണ് നമ്മൾ നോൺ റെക്കറന്റ് ഗാമോസ്പെർമി എന്ന് പറയുന്നത്. ഇത് കൺഫ്യൂസ് ആയി എങ്കിൽ നിങ്ങൾ മറന്നേക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. എന്താണെങ്കിലും ഡിപ്ലോസ്പോറി, അപ്പോസ്പോറി, അപ്പോഗാമി, അഡ്വെന്റി, എംബ്രിയോ, പാർത്തനോജനസിസ്, അല്ലെ, ഗാമോസ്പെർമി, റെക്കറന്റ്, നോൺ റെക്കറന്റ്, ഇതൊക്കെ ദീസ് ആർ മെനി വേസ് ഓഫ് ഫോർമേഷൻ ഓഫ് അപ്പോമിറ്റിക് സീഡ്സ് എന്നുള്ളത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എക്സാമിനേഷന് മിക്കവാറും റിപ്പീറ്റ് ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് apomictic seeds? That we are going to see. Okay, what is the importance of apomictic and importance of apomictic seeds? The apomictic seeds are very important in agriculture. ഇത് ഫാർമേഴ്സിനൊക്കെ ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് the production of apomictic seeds എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ഇപ്പൊ നോർമലി നമുക്കറിയാം the hybrid seeds are having good productivity, അല്ലെ? ഹൈബ്രിഡ് സീഡ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ പ്രൊഡക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. പക്ഷെ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? We have to buy the hybrid seeds early. അപ്പൊ it is costly. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പറയുന്ന അപ്പോമിക് സീഡ്സിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് apomixis and apomictic seeds. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ മിക്കവാറും അഗ്രികൾച്ചർ ഫീൽഡിൽ ഉപയോഗിക്കുന്നത് ഹൈബ്രിഡ് സീഡ്സ് ആയിരിക്കും, അല്ലെ? ഹൈബ്രിഡ് സീഡ്സ്, കാരണം അതിന് നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ട്. Hybrid seeds have high productivity. It is raining outside, so complete concentration എടുത്താണ് കേട്ടോ. അപ്പൊ hybrid seeds have high productivity. പക്ഷെ അവിടെ ഒരു പ്രശ്നം. അപ്പം ഇത് we have to buy these seeds from the market, so it is costly. എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ്ലി ആണ്. പക്ഷെ അങ്ങനെ നമ്മൾ വാങ്ങിച്ചു എന്ന് വിചാരിച്ചു നമ്മൾ ഒരു ജനറേഷനൊക്കെ ഉത്പാദിപ്പിച്ചു, ഇതിന്റെ വിത്തൊക്കെ ശേഖരിച്ചു, കുറച്ച് നമ്മൾ കഴിച്ചു. അടുത്ത സീസണിൽ നമ്മൾ ഇതിന്റെ വിത്ത് പാകി അടുത്ത ജനറേഷനെ ഉത്പാദിപ്പിച്ചു എന്ന് കരുതുക. ബട്ട് സംടൈംസ് there may be the segregation of characters. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണ്? The next generation, sometimes the plants will not produce the characteristics of the parent plants. There may be variations. There is the segregation of characters so that the variations may be occurred in the next generation. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും, ഇല്ലാതെ വരും. അപ്പൊ അതുകൊണ്ടൊരു പ്രയോജനമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? The farmers have to go to market and buy the hybrid seeds every year. പോക്കറ്റിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുക. ഓരോ വർഷവും ഈ ഹൈബ്രിഡ് സീഡ്സ് മാർക്കറ്റിൽ നിന്ന് പോയി മേടിച്ച് ഈ വിത്ത് വേണം വിതയ്ക്കാം, അപ്പൊ കുഴപ്പമില്ല. പക്ഷേ if these hybrid seeds are made into apomictic seeds, അവിടെ നമ്മുടെ അഡ്വാൻറ്റേജ് ഉണ്ട്. If the hybrid seeds which are made into apomictic seeds, ആ പ്രോബ്ലം ഒഴിവായി. The farmers can keep on using these hybrid seeds year after year, year after year, year after year.
without the problem of buying the hybrid seeds every year. This is the advantage of apomictic seeds. If we are made the hybrid seeds into apomictic seeds, there won't be any segregation. The parental characteristics will show in the next generation, again in the next generation, without any variations. So this is so advantage, especially for farmers. അപ്പോൾ അതുകൊണ്ട് ഇതാണ് പ്രധാനമായിട്ടും അപ്പോമിക്റ്റിക് സീഡ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. Then the research works are going on in this field to understand the genetics of apomixis. And these apomictic genes can be transferred into hybrid seeds. ഇതിപ്പോഴത്തെ ഒരു ഗവേഷണങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ നമുക്കിതിനെ അപ്പോമിക്റ്റിക് സീഡ്സ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൊളി എന്നല്ല, പൊളി മീൻസ് മെനി. എംബ്രിയോണി, ഫോർമേഷൻ ഓഫ് എംബ്രിയോ. So polyembryony is the process of formation of many embryos in a seed or in an embryo cell or in an ovule. Many embryos. ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് സീഡിൽ കാണുന്ന പ്രക്രിയയ്ക്കാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. ഫോർമേഷൻ ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഓർ ദ ഫോർമേഷൻ ഓഫ് മെനി എംബ്രിയോസ് ഇൻ എ സീഡ്. ഇതും പല രീതിയിൽ സംഭവിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ ഫെർട്ടിലൈസേഷൻ വഴി ഒരു എംബ്രിയോ ഉണ്ടാകും. അത് കൂടാതെ ആ എംബ്രിയോ സാക്കിലെ ആന്റിപോഡർ സെൽസോ അല്ലെങ്കിൽ സിനർജിഡ്സോ അല്ലെങ്കിൽ സെൻട്രൽ സെല്ലോ അത് വേണമെങ്കിൽ എന്തായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റും? എംബ്രിയോ ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു എംബ്രിയോ സാക്കിൽ തന്നെ യു ക്യാൻ സീ ദ ഫോർമേഷൻ ഓഫ് മെനി എംബ്രിയോസ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അഡ്വെന്റി എംബ്രിയോണി എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതാണ് കോമൺ ആയിട്ട് സിട്രസിൽ, അതേപോലെ തന്നെ മാംഗോയിൽ, സിട്രസ്, അതേപോലെ തന്നെ മാംഗോ, ഒപ്പൻഷ്യ, ഇവിടെ എല്ലാം പോളി എംബ്രിയോണി എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. അപ്പൊ അത് പലതരത്തിലുണ്ട്. ട്രൂ പോളി എംബ്രിയോണി ഉണ്ട്, അതേപോലെ തന്നെ അഡ്വെന്റീവ് പോളി എംബ്രിയോണി ഉണ്ട്. ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു ഫെർട്ടിലൈസേഷൻ വഴി ഒരു എംബ്രിയോ ഉണ്ടാകും. അത് കൂടാതെ ചിലപ്പോൾ സിനർജിഡ് ദാറ്റ് ബിക്കംസ് ആൻ അഡീഷണൽ എംബ്രിയോ. ഇനി അത് കൂടാതെ ചിലപ്പോൾ സ്പൊറോഫൈറ്റിക് ആയിട്ടുള്ള ടിഷ്യൂസ് ലൈക്ക് ന്യൂസെല്ലസ് ദാറ്റ് മേ പ്രൊട്രൂഡ് ഇൻടു ദി എംബ്രിയോ സെൽ ആൻഡ് ദെയർ ബി ദ ഫോർമേഷൻ ഓഫ് മെനി എംബ്രിയോസ്. ഈ ന്യൂസെല്ല സെൽസ് അല്ലെങ്കിൽ ഇന്റഗ്മെന്റിന്റെ സെൽസ് ആണ്. അതുകൊണ്ട് അതിനെ സ്പൊറോഫൈറ്റിക് ബഡ്ഡിംഗ് എന്ന് കൂടെ പറയുന്നു. ഏത്? ഈ അഡ്വെന്റി എംബ്രിയോണി. അത് നമ്മൾ അപ്പോമിക്റ്റിക് സീഡ്സിന്റെ ഫോർമേഷനിലെ ഒരു പ്രോസസ്സായിട്ട് കണ്ടു. അതുപോലെ തന്നെ നമുക്ക് പോളി എംബ്രിയോണിക്ക് എക്സാമ്പിൾ ആയിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഒരൊറ്റ പോയിന്റും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ്. അത് നമ്മുടെ സീഡ് ഡോർമൻസി ആയിട്ട് ബന്ധപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ അവിടെ ക്ലാസ്സിന്റെ തുടക്കത്തിലൊന്ന് പറഞ്ഞായിരുന്നു. സീഡ് ഡോർമൻസി ഡിസ്കസ് ലേറ്റർ എന്ന് പറഞ്ഞിരുന്നു. പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഒരു ചെറിയ ടോപ്പിക്കാണ്. അവിടെ ഞാനത് എക്സ്പ്ലെയിൻ ഇല്ല. അതുകൊണ്ടാണ് എന്താണ് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. എൻ്റെ ഡെഫിനിഷൻ ഒന്ന് പെട്ടെന്ന് നോക്കേ. സീഡ് ഡോർമൻസി not all seeds germinate immediately after its formation. ഇപ്പൊ എല്ലാ പ്ലാന്റ്സിനും സീഡ് ഉണ്ടാകുമ്പോൾ തന്നെ അതങ്ങോട്ട് ജെർമിനേറ്റ് ചെയ്യുന്നില്ല. That will be entered into a state of inactivity. That is called the dormant period. അപ്പൊ മിക്കവാറും പ്ലാന്റ്സിലെ സീഡ് ഉണ്ടായതിനു ശേഷം അത് ഒരു സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റിയിലേക്ക് കടക്കും. അതിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് വിൽ സ്ലോ ഡൗൺ. അതിന്റെ കാരണം എന്താണ്? ദ സീഡ്സ് ലൂസ് ഇറ്റ്സ് വാട്ടർ കണ്ടന്റ്. പറയുന്നത് ഡോർമെന്റ് സീഡില് only 10 to 15% വാട്ടർ ഈസ് പ്രസന്റ്. അപ്പൊ അതിന്റെ വാട്ടർ കണ്ടന്റ് ഒക്കെ അത് നഷ്ടപ്പെടുത്തി ഈ സീഡ് അതിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് സ്ലോ ഡൗൺ ചെയ്ത് പയ്യെ ഒരു ഉറക്കത്തിലേക്ക് പോകുന്നു.
ഒരു physiological sleeping. That state is called seed dormancy. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ seed dormancy ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും? It is a state അല്ലെ in which the seed germination is prevented. അപ്പോൾ നോക്കിക്കേ, നോർമലി സീഡ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില പ്ലാന്റ്സിന് അത് ജെർമിനേറ്റ് ചെയ്യും. എന്നാൽ മിക്കവാറും പ്ലാന്റ്സിന് സീഡ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ വാട്ടർ കണ്ടന്റ് ഒക്കെ നഷ്ടപ്പെടുത്തി അതൊരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകും. ആ സ്റ്റേജിന് പറയുന്ന പേരാണ് സീഡ് ഡോർമൻസി. ദ ഇനബിലിറ്റി ഓഫ് ദ സീഡ് ടു ജെർമിനേറ്റ് സിൻസ് ദ സീഡ്സ് ആർ entered into a stage of inactivity. ഇത് പ്ലാന്റ് ബ്രീഡേഴ്സിനെ സംബന്ധിച്ച് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം എന്താണെന്നറിയാം, ദിസ് ഈസ് എ മെക്കാനിസം by which the seeds get enough time for its dispersal. അല്ലാതെ ഒന്നാമത്തെ സീഡെല്ലാം അന്നേരം തന്നെ കിടത്തു വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. There is competition for അല്ലെ സ്പേസ് അല്ലെ അതുപോലെ ന്യൂട്രിയൻസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതൊന്നും മാത്രമല്ല, ഈ സീഡ് ഡോർമൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് സമയം കിട്ടുകയാണ്. അതേപോലെ that will be distributed to various places also. That is the advantage of seed dormancy. എന്താണ് ഈ സീഡ് ഡോർമൻസിക്ക് കാരണം എന്ന് സയന്റിസ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ കുറേ കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന്, ഇത് ഇംപെർമിബിലിറ്റി ഓഫ് ദി സീഡ് കോട്ട്. സീഡ് കോട്ട് പെർമിബിൾ ആണ്. കാരണം വാട്ടറിനെ സ്വീകരിച്ച് അതിന്റെ റിസർവ് ഫുഡ് മൊബിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, സീഡ് ജെർമിനേഷൻ നടക്കുള്ളൂ. അതുകൊണ്ടാണ് സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ നമ്മൾ വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ നമ്മൾ ഉഴുത് കഴിഞ്ഞിട്ട് സീഡ് വരച്ചിട്ട് അല്ലെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം തളിക്കും. വെള്ളം തളിക്കുമ്പോൾ ഓക്കെ ഇതാ ഉറക്കത്തിൽ നിന്ന് ഉണരുക, awakening of the seeds from its sleeping എന്നാണ് സീഡ് ജെർമിനേഷനെ കുറിച്ച് സാധാരണ പറയുന്നത്. അപ്പം വാട്ടറിനുള്ളിലേക്ക് കയറാനായിട്ട് പറ്റാത്ത അവസ്ഥ, ഇംപെർമിബിലിറ്റി ഓഫ് ദ സീഡ് കോട്ട്, വൺ ഓഫ് ദ മെനി റീസൺസ് ഓഫ് സീഡ് ഡോർമൻസി. രണ്ടാമത്, ഇത് പ്രീമച്വർ നേച്ചർ ഓഫ് എംബ്രിയോ. എംബ്രിയോ ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ആവശ്യമാണ്. അതുകൊണ്ട് സീഡ് ജെർമിനേറ്റ് ചെയ്യില്ല. ഇനി മറ്റൊരു കാരണം, ദ ഹാർഡ് ആൻഡ് ടഫ് നേച്ചർ ഓഫ് ദ സീഡ് കോട്ട്. ഓക്കെ, എംബ്രിയോ ഒക്കെ ഫുള്ളി ഡെവലപ്ഡ് ആണ്, പക്ഷെ ഇതിന് പുറത്തേക്കൊന്ന് പറഞ്ഞോന്നുണ്ടെങ്കിൽ ഈ സീഡ് കോട്ട് വളരെ ടഫ് ആയതുകൊണ്ട്, ഹാർഡ് ആയതുകൊണ്ട് അത് തുളച്ച് പുറത്തേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. Sometimes it may be because of the presence of some inhibitory substances. Abscisic acid പോലുള്ള ചില ഇൻഹിബിറ്ററി ഹോർമോൺസ് ഓർ ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് സീഡിൽ ഉള്ളതുകൊണ്ട് സീഡിന് ജെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. ഈ സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാനും പല മെത്തേഡ്സ് സയന്റിസ്റ്റുകൾ, പ്ലാന്റ് ബ്രീഡേഴ്സ് ഫോളോ ചെയ്യും. അതിലൊന്നും നമുക്കറിയാം, നമ്മളിപ്പോൾ പയർ നടണമെന്നുണ്ടെങ്കിൽ കുറേ മണിക്കൂറുകൾക്ക് മുമ്പേ അത് വെള്ളത്തിലിടും, അല്ലെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിടും. അത് ശരിക്കും സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സോക്കിംഗ് ഓഫ് സീഡ്സ് ഇൻ ടു വാട്ടർ, ദാറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ബ്രേക്കിംഗ് സീഡ് ഡോർമൻസി അല്ലേ. മറ്റേത് നമ്മൾ മെക്കാനിക്കൽ സ്കാരിഫിക്കേഷൻ എന്ന് പറയും. മെക്കാനിക്കൽ സ്കാരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിത്തൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് നന്നായിട്ട് തിരുമും, മെക്കാനിക്കലി അതൊന്ന് സ്ക്രബ് ചെയ്യും, റബ്ബ് ചെയ്യും. അല്ലെങ്കിൽ ചിലരെന്താ ചെയ്യുന്നത്, തോർത്തയിലൊക്കെ ഈ സീഡെല്ലാം കൂടെ കെട്ടിയിട്ട് ഇങ്ങനെ അടക്കുന്ന പോലെ 2-3 അടിയൊക്കെ അടിക്കും. അപ്പോൾ സീഡ് ഡോർമൻസി ആ ടഫ്നെസ് ഓഫ് സീഡ് കോട്ടൊക്കെ ബ്രേക്ക് ചെയ്യും. ഇതേപോലെ തന്നെ ചില ഇൻഹിബിറ്ററി ഹോർമോൺസ് അബ്സസിക് ആസിഡ്, അതിന് പകരമായിട്ട് കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിബറലിൻസ് തുടങ്ങിയ ഗ്രോത്ത് ഹോർമോൺസിന്റെ ആപ്ലിക്കേഷൻ. ചിലത് നമ്മൾ ഹോട്ട് വാട്ടർ ട്രീറ്റ്മെന്റ്, അത് ഓരോ സ്പീഷീസിനും വ്യത്യസ്തമാണ്. ചില സീഡ്സ് എന്ത് ചെയ്യും, ഒരു ഹോട്ട് വാട്ടർ ഉദാഹരണത്തിന് 50 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ ചിലപ്പോൾ 5 മിനിറ്റ്, ചിലപ്പോൾ 30 മിനിറ്റ്, ചിലപ്പോൾ 1 മണിക്കൂർ. ചിലപ്പോൾ ഇതിലൊന്നും പോരാ, ആസിഡ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡൈലൂട്ടോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡോ അതിൽ ഇത്ര മിനിറ്റ്, 3 മിനിറ്റ് അല്ലെ 5 മിനിറ്റ്, ഈ രീതിയിലൊക്കെ നമുക്ക് സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് മണ്ണിൽ നിന്ന് പുതിയ ഒരു സീഡ്ലിംഗ് ഉണ്ടാകും. Okay dear students, and we have already answered all the 3 questions. അങ്ങനെ നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പേംസ് ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയത് ഒരു സീഡിൽ നിന്നാണ്, ഇപ്പോൾ അവസാനിപ്പിക്കുന്നതും ഒരു സീഡിന്റെ ജെർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. അപ്പോൾ ഒരു സീഡ്, ആ സീഡ് ജെർമിനേറ്റ് ചെയ്ത് അതിന്റെ വെജിറ്റേറ്റീവ് ഫേസ്, പിന്നെ അതിന്റെ റിപ്രൊഡക്റ്റീവ് ഫേസ്,
പിന്നെ വീണ്ടും അടുത്ത ജനറേഷനിൽ ഈ സീഡുണ്ടായി ഗവൺമെൻറ് പീരീഡിലേക്ക് പോയി വീണ്ടും ആ സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ നിങ്ങളോട്, നമ്മൾ ഏകദേശം എനിക്കൊന്ന് 12 വീഡിയോസാണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടത്. ഈ 12 വീഡിയോസിൽ നമ്മളതിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് ഒരു ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ശ്രദ്ധിക്കും. അത് ഈ ആൻജിയോസ്പേം പ്ലാന്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീ സ്പീഷ്യസ് ആണ്. ഐ ആം ഗിവിംഗ് യു എ ചലഞ്ച്. യു ഹാവ് ടു ഐഡന്റിഫൈ വിച്ച് ഇസ് ദാറ്റ് പ്ലാന്റ്. ഓക്കെ?